വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയെ ഒന്നുകൂടി ചോദ്യം ചെയ്യണമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്ന് സത്യഭാമ പോലീസിനോട് പറയുകയാണ്. അന്നേരം നിങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയാണ്, ഇതൊരു ക്രൈമാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ തോളത്തിരിക്കുന്ന നക്ഷത്രത്തെക്കാൾ കൂടുതൽ നക്ഷത്രമുള്ള സീനിയർ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് വിരുന്ന് കൊണ്ടിട്ട് പോയിട്ടുണ്ട്. സാർ ഇവിടെ ആദ്യമായത് കൊണ്ടാകാം ഈ സത്യഭാമയെക്കുറിച്ച് അറിയാത്തത്. ഈ വളപ്പിനുള്ളിൽ സത്യഭാമ നിർദ്ദേശിക്കുന്നത് തന്നെയാണ് ന്യായവും നീതിയും അവസാന വാക്കും ഒക്കെ എന്ന് പറയുകയാണ്. അന്നേരം സത്യഭാമ അങ്ങ് തുടർന്ന് അഹങ്കാര സ്വരത്തിലങ്ങ് സിയോട് സംസാരിക്കുമ്പോൾ രാഘവൻ നായർ മതി ഭാമയെ നിർത്ത് എന്ന് പറഞ്ഞിട്ട് പോലീസിനോട് അനുനയത്തിൽ പറയുന്നുണ്ട്, സാറേ ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ 1-2 ദിവസം കൂടി കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ശാന്തമായിട്ട് പോരെയെന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് പോലീസ് സമ്മതിക്കുന്നുണ്ട്. ശരി, ഞങ്ങൾക്ക് കുറച്ച് തെളിവുകൾ കൂടി ശേഖരിക്കാൻ കൊണ്ട് അത് കഴിഞ്ഞ് വരാമെന്ന് പോലീസ് പറയുകയാണ്. തുടർന്ന് പോകാൻ നേരം പോലീസിനോട് സത്യഭാമ പറയുന്നുണ്ട്, രോഹിത്തിൻ്റെ അപകടത്തിൽ ഈ സുസ്മിതയുടെ ഒരു ചെറുവിരലെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാൽക്കലേക്ക് ഇവളെ പിടിച്ചു തരുന്നത് ഈ സത്യഭാമയായിരിക്കും. പക്ഷേ ഭാമയുടെ കോടതിയിൽ ഭാമയുടെ മനസാക്ഷിക്ക് മുന്നിൽ വേണ്ടത്ര തെളിവുകൾ വേണം, ശരി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അവരോട് പറയുകയാണ്. തുടർന്ന് പോലീസ് അവിടെ നിന്നും പോകുന്നുണ്ട്. അന്നേരം അങ്ങ് കരഞ്ഞ് തകർക്കുകയാണ് സുസ്മിത. തുടർന്ന് സത്യഭാമയുടെ തോളിലേക്ക് വീണങ്ങ് സുസ്മിതയും കരയുകയാണ്. ശരിക്കും ആൻറ്റീനെ രക്ഷിച്ചു, ആൻറ്റിയാണ് എൻ്റെ ദൈവം എന്നൊക്കെ അങ്ങ് പറയുകയാണ്. പക്ഷേ സുസ്മിതയുടെ ഈ കള്ളക്കരച്ചിലൊക്കെ രാഘവൻ നായർ സംശയത്തോടെ നോക്കുകയാണ്. അതേപോലെ തന്നെ ശാരദാമ്മയും ശാലിനിയും നോക്കുന്നുണ്ട്. തുടർന്ന് ഈ അവസരത്തിൽ നിനക്ക് ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ മോളെ, സമാധാനിക്കെന്നൊക്കെ പറഞ്ഞ് സുസ്മിതയെ ഭാമ എങ്ങ് ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് സരളയും പറയുന്നുണ്ട്, ശരിക്കും നീ തന്നെയാണ് ഇവരുടെ അമ്മ, ഞാനല്ല എന്ന് സരള പറയുന്നുണ്ട്. തുടർന്ന് അർജുനും പ്രീതിയും എവിടെയെന്ന് രാഘവൻ നായർ ശാലിനിയോട് ചോദിക്കുകയാണ്. അന്നേരം അങ്ങോട്ട് സമാധാനം പറയടിയെന്ന് സുസ്മിത മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് എവിടെ ശാലിനി മോളെ, അവരെവിടെയെന്ന് സത്യഭാമയും ചോദിക്കുകയാണ്. അന്നേരം മറ്റൊരു ദുരന്തം കൂടി, എന്തോ ഒരു ദുരന്തം കൂടി സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് ശാരദാമ്മ മനസ്സിൽ കരുതുന്നുണ്ട്. തുടർന്ന് ശാലിനി പെട്ടെന്നങ്ങ് പറയുകയാണ്, അർജുനേട്ടനും പ്രീതിയും കൂടി അവിടെ നിന്ന് നാളത്തെ പ്രഭാത പൂജ കൂടി കണ്ടിട്ട് തൊഴുവണമെന്ന് പറഞ്ഞു. ദമ്പതികൾ ഒരുമിച്ച് പൂജ തൊഴുതാലേ ദോഷങ്ങൾ മൊത്തമായി മാറുകയുള്ളൂ, അതുകൊണ്ട് അവരവിടെ നിൽക്കുകയാണ് എന്ന് ശാലിനി അങ്ങ് പറയുകയാണ്. അപ്പോൾ നീ രക്ഷപ്പെട്ടു അല്ലേടി എന്ന് സുസ്മിത മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, ആശ്വാസമായി, അപ്പോൾ വിഷ്ണു ഒറ്റയ്ക്കല്ലല്ലോ, അർജുനും പ്രീതിയും ഉണ്ടല്ലോ എന്ന്. തുടർന്ന് നീ വിഷ്ണുവിനെ ഒന്ന് വിളിച്ചു നോക്കുമെന്നും പറഞ്ഞ് രാഘവൻ നായർ ഫോൺ എടുത്ത് ശാലിനിക്ക് നേരെ നീട്ടുകയാണ്. അന്നേരം ഇങ്ങിതാ ഞാൻ വിളിക്കാമെന്നും പറഞ്ഞ് സത്യഭാമ രാഘവൻ നായരുടെ കയ്യിൽ നിന്നും ഫോൺ അങ്ങ് വാങ്ങുകയാണ്. അന്നേരം ശാലിനി ആകെ ടെൻഷനിലാവുകയാണ്. വിഷ്ണുവേട്ടൻ ഇനി എന്താവും പറയുക, പ്രീതിയുടെ കാര്യം വല്ലതും ചോദിച്ചാൽ എന്ത് പറയുമോ, ഞാൻ പറഞ്ഞത് തന്നെ പറയുമോ, വിഷ്ണുവേട്ടൻ അതറിയില്ലല്ലോ എന്നൊക്കെ ശാലിനി കരുതുന്നുണ്ട്. പക്ഷേ സത്യഭാമ വിളിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ഫോൺ കോള് കിട്ടുന്നില്ല. അന്നേരം കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഭാമ പറയുമ്പോൾ അവിടെ സിഗ്നൽ പ്രോബ്ലം ഉണ്ട് സത്യാമ്മയെന്ന് ശാലിനി പറയുകയാണ്. തുടർന്ന് ഭാമ സുസ്മിതയോട് പറയുന്നുണ്ട്, രോഹിത്തിനെ വിഷ്ണു എന്തായാലും തിരിച്ചു കൊണ്ടുവരുമെന്ന്. അന്നേരം കൊണ്ടുവരുമോ ഭാമ ആൻറ്റിന്ന് ഇങ്ങനെ സങ്കടം അഭിനയിച്ച് സുസ്മിത ചോദിക്കുകയാണ്. തുടർന്ന് ശാലിനിയെ ദേഷ്യത്തോടു കൂടി തന്നെ, മനസ്സിൽ ദേഷ്യം വെച്ചുകൊണ്ട് തന്നെ സുസ്മിതയോട് പറയുന്നുണ്ട്, ഉറപ്പായിട്ടും കൊണ്ടുവരും സുസ്മിതയെ, നിൻ്റെ ഈ സ്നേഹത്തിന് മുമ്പിൽ രോഹിത്തിനെ നമുക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അങ്ങനെ സുസ്മിത മനസ്സിൽ കരുതുകയാണ്, അവനെ ഇപ്പോൾ കടുവയോ പുലിയോ ആരെങ്കിലും ആഹാരം ആക്കിയിട്ടുണ്ടാകും എന്നൊക്കെ അങ്ങ് ചിന്തിച്ച് സുസ്മിത അങ്ങ് സന്തോഷിക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ തിരക്കുന്നുണ്ട്, കുഞ്ഞിനെ ഇനി കൊണ്ടുവന്നാൽ അവൾക്ക് പാലൊക്കെ കൊടുക്കണ്ടേ എന്ന്. അന്നേരം അതും അവൾക്ക് കുപ്പിപ്പാൽ കൊടുക്കാം, അതും അവൾ ശീലമാക്കണ്ടേ എന്നിങ്ങനെ ശാലിനി പെട്ടെന്ന് പറയുകയാണ്. അന്നേരം ഒരു നിമിഷം എല്ലാവരും ഇങ്ങനെ ശാലിനിയെ ശ്രദ്ധിക്കുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് അവൾക്ക് പിടിക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ കൊണ്ടുവന്നതെന്ന്. അന്നേരം ശാരദാമ്മയ്ക്ക് കൂടുതൽ സംശയം ബലപ്പെടുകയാണ്. ഞാൻ ഭയക്കുന്നത് പോലെ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് ശാരദാമ്മയങ്ങ് മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് ഈ തിരക്കിനിടയിൽ, ബഹളത്തിനിടയിൽ കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. മോളെ ഇങ്ങ് താന്നും പറഞ്ഞ് ഭാമ കുഞ്ഞിനെ വാങ്ങിച്ച് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് കുഞ്ഞിനെ തോളിൽ തട്ടി ഭാമ പറയുന്നുണ്ട്, ഈ ആൻറ്റിയാണോ പാറക്കുട്ടി അമ്മയുടെ അടുത്ത് നിന്നും അകറ്റിയത്? ആര് ശ്രമിച്ചാലും മോക്ക് അമ്മയുടെ അടുത്ത് തന്നെ നിന്നാൽ മതി എന്ന് പറയണം, അങ്ങനെ ശ്രമിക്കുന്നവർക്ക് ഈ അമ്മമ്മ ചുട്ട അടി കൊടുക്കും എന്നൊക്കെ അങ്ങ് സത്യഭാമ അങ്ങ് സ്നേഹത്തോടെ കുഞ്ഞിനോട് പറയുമ്പോൾ ശാലിനിക്ക് അങ്ങ് സങ്കടം പൊട്ടുകയാണ്. ശാലിനിക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ കാണുമ്പോൾ രാഘവൻ നായർക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, അങ്ങ് ചിരിക്കുകയാണ്. തുടർന്ന് കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ അങ്ങ് മാറ്റട്ടെ എന്നും പറഞ്ഞ് ശാലിനി സത്യഭാമയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെയും വാങ്ങി അങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം അവളെന്തോ കാര്യമായിട്ട് മറയ്ക്കുന്നുണ്ടല്ലോ, എന്താണ് സംഭവിച്ചതെന്ന് ശാരദാമ്മ ചിന്തിച്ച് നിൽക്കുകയാണ്. തുടർന്ന് സത്യഭാമ സരളയോട് പറയുന്നുണ്ട്, നീ സുസ്മിതയെ അകത്തേക്ക് കൊണ്ടുപോകും, യാത്രയും മനപ്രയാസവും ഒക്കെ ആയിട്ട് ഇവൾ ആകെ തകർന്നിരിക്കുകയാണ്, കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. അന്നേരം മോളെ വാന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് സരള സുസ്മിതയും കൊണ്ട് റൂമിലേക്ക് പോവുകയാണ്.
തുടർന്ന് രാഘവേട്ട പ്രീതി എന്നും പറഞ്ഞ് പ്രീതിയുടെ കാര്യമോർത്ത് സത്യഭാമയ്ക്ക് എന്തോ ഒരു സങ്കടം തോന്നുകയാണ്. അന്നേരം നീ സമാധാനിക്ക് ഭാമേ, ഒരു രാത്രിയുടെ കാര്യമല്ലേ ഉള്ളൂ, അവളിങ്ങ് വരും, നീ സമാധാനിക്ക് എന്ന് പറഞ്ഞ് രാഘവൻ നായർ സത്യഭാമയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതേസമയം ഫോറസ്റ്റുകാരോടൊപ്പം വിഷ്ണു രോഹിത്തിനെ അന്വേഷിക്കുകയാണ്. സമയം രാത്രിയാകുന്നുണ്ട്. അന്നേരം ഇനി എന്താ ഒന്നും നടന്നില്ലേ എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം ഉൾക്കാട്ടിൽ മഴയാണ്, അപ്പോൾ നാളെയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നാളെയും തിരച്ചിൽ തുടരുന്ന കാര്യം പറയാനായിട്ട് പറ്റില്ല. മഴ തുടങ്ങി കഴിഞ്ഞാൽ ആഴ്ചകളോളം എടുക്കും, പേമാരിയും ഉരുൾപൊട്ടലും ഒക്കെയാവും. പിന്നെ ഈ പഞ്ചകൈലാസത്തിലെ കാടിൻ്റെ അവസ്ഥ സാറിന് അറിയാത്തത് കൊണ്ടാണ്. ചതുപ്പ് നിലങ്ങളും ഉൾക്കാടും ഒക്കെയാണ്, അവിടേക്ക് മനുഷ്യന് പ്രവേശിക്കാൻ കഴിയുന്നത് തന്നെ അസാധ്യമാണെന്ന് പറയുമ്പോൾ അപ്പോൾ രോഹിത്തിനെ അങ്ങ് ഉപേക്ഷിച്ച് കളയാനാണോ നിങ്ങൾ പറയുന്നതെന്ന് വിഷ്ണു ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെയല്ല സാർ, മനുഷ്യസാധ്യമായത് എന്തും നമ്മൾ ചെയ്യും, ഈ മഴയൊന്ന് അവസാനിക്കട്ടെ, ഞങ്ങൾ തിരച്ചിൽ തുടർന്നോളാം. പിന്നെ സൂയിസൈഡ് പോയിന്റിൽ നിന്നും ഷൂവും ഷർട്ടും ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് കണ്ട തിരച്ചിൽ തുടർന്നാലും കേൾക്കാൻ സുഖകരമായ വാർത്തയായിരിക്കില്ല കിട്ടാൻ പോകുന്നത്. സാർ തൽക്കാലം നാട്ടിലേക്ക് മടങ്ങിപ്പോ, എന്തുണ്ടെങ്കിലും ഞങ്ങൾ അറിയിക്കാമെന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണു അവർ പറഞ്ഞത് കേട്ട് തിരിച്ചു മടങ്ങുന്നുണ്ട്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ശാലിനി രാഘവൻ നായർക്ക് മരുന്നൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. എന്നിട്ട് കുഞ്ഞിൻ്റെ കാര്യമൊക്കെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ ഉറങ്ങിയെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി അങ്ങ് വിഷമിച്ച് നിൽക്കുകയാണ്. അന്നേരം രോഹിത്തിൻ്റെ മരണം അതെങ്ങനെയാണ് സംഭവിച്ചത്, രോഹിത് എങ്ങനെ വീണത് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം സുസ്മിതയും രോഹിതും കൂടി ഫോട്ടോ എടുക്കുന്നതിനിടയിൽ കാൽവഴുതി വീണത് ആണ് എന്നാണ് അവൾ പറഞ്ഞത്. അത്രയും ഞങ്ങൾക്കറിയൂ എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം നിങ്ങളാരും അപ്പോൾ അവിടെ ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ് രാഘവൻ നായർ. അന്നേരം ഇല്ലായിരുന്നു, ഞങ്ങളുടെ തെറ്റ് തന്നെയാണ്, ഞങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് ശാലിനി ഇങ്ങനെ പറയുകയാണ്. അന്നേരം ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ശാരദാമ്മ വാതിൽക്കൽ നിൽക്കുകയാണ്. ശാരദാമ്മ അന്നേരം കരുതുന്നുണ്ട്, ഇവളെന്തോ മറയ്ക്കുന്നുണ്ടല്ലോ, അത് എന്നോട് പറഞ്ഞില്ലെങ്കിലും രാഘവേട്ടനോട് അവൾ പറയുമായിരിക്കും എന്നുള്ള ഉദ്ദേശത്തിൽ അത് ശ്രദ്ധിക്കാനായിട്ട് ശാരദാമ്മ അവിടെ നിൽക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ സുസ്മിത തന്നെയാണോ അത് ചെയ്തത്, അവൾ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെ, പക്ഷേ തെളിവൊന്നുമില്ലാതെ എങ്ങനെയാണ് എല്ലാവരോടും പറയുക എന്ന് ശാലിനി ചോദിക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർക്ക് ആകെ ദേഷ്യം വരികയാണ്. രാഘവൻ നായർ പറയുന്നുണ്ട്, ഇനി അവളെ വെറുതെ വിടാനായിട്ട് പാടില്ല, ഒരു തെറ്റും ചെയ്യാത്തൊരു പാവം ചെറുപ്പക്കാരനെയാണ് അവൾ അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ തെളിവ് കിട്ടിയാൽ ആ നിമിഷം അവളെ പൂട്ടണം. ശരിയാണ്, ഭാമയോട് ഇക്കാര്യം ഇപ്പോൾ പറയാൻ പറ്റില്ല, ഹണിമൂൺ ട്രിപ്പിനിടെ ഭർത്താവ് നഷ്ടപ്പെട്ട ദുഃഖിതയായ ഭാര്യയല്ലേ ഇപ്പം ഭാമയുടെ മുൻപിൽ, എന്തായാലും അവളെ വെറുതെ വിടാൻ പാടില്ല എന്ന് രാഘവൻ നായർ ശാലിനിയോട് പറയുകയാണ്. അതൊക്കെ ശാലിനി ശരിവെക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് അന്തമിട്ട് ശാരദാമ്മ പുറത്തെ വാതിൽക്കലിൻ്റെ അവിടെ നിൽക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, പ്രീതിയും അർജുനും ഒക്കെ ഉടനെ തിരികെ വരുമല്ലോ എന്ന്. അന്നേരം ശാലിനി ഇങ്ങനെ ചുറ്റും ശ്രദ്ധിച്ചിട്ട് രാഘവൻ നായരോട് പറയുകയാണ്, അച്ഛാ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. പ്രീതിയും അർജുനേട്ടനും പഞ്ചകൈലാസത്തിലെ ക്ഷേത്രത്തിൽ ഉപവാസം ഇരിക്കുകയല്ല, അവർ ഈ നാട്ടിൽ തന്നെ ഉണ്ട്, അവർ കരുണ ഹോസ്പിറ്റലിൽ പ്രീതി അഡ്മിറ്റ് ആണെന്ന് പറയുമ്പോൾ എന്താ മോളെ എന്താ നീ പറയുന്നതെന്നും പറഞ്ഞ് രാഘവൻ നായർ അങ്ങ് വെപ്രാളപ്പെടുകയാണ്. തുടർന്ന് അതെന്നും പറഞ്ഞ് ശാലിനി അങ്ങ് പറയാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ശാരദാമ്മ അന്ന് തലേ ദിവസം ആ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചപ്പോൾ പല്ലി വന്ന് വീണതും ആ യന്ത്രം ഇരിക്കുന്നതൊക്കെ ഓർത്തിട്ട് പെട്ടെന്ന് ശാലിനി എന്നും പറഞ്ഞ് ഓടി ചെല്ലുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, അമ്മേ പതുക്കെ പറയുകയാണ്. അന്നേരം എന്താ സംഭവിച്ചത്, നീ എന്താ മറയ്ക്കുന്നത്, കാര്യം പറയുന്നെന്നും പറഞ്ഞ് ശാരദാമ്മ അങ്ങ് ബഹളം വയ്ക്കുന്നുണ്ട്. തുടർന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ ശാലിനി പറയുകയാണ്. അന്നേരം ആകെ അന്തം വിട്ട് രാഘവൻ നായർ എൻ്റെ മോള് പ്രീതി എന്നും പറഞ്ഞങ്ങ് പൊട്ടിക്കരയുന്നുണ്ട്. അന്നേരം പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടില്ല, ഭേദമാക്കാം എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നതെന്നും പറഞ്ഞ് രാഘവൻ നായരെ ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, സിദ്ധൻ പറഞ്ഞ പരിഹാരക്രിയകളും എല്ലാം ചെയ്തിട്ടും എന്താ എൻ്റെ മോൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നിങ്ങനെ ശാലിനിയോട് ചോദിക്കുമ്പോൾ അതിന് പരിഹാരക്രിയകളൊക്കെ ചെയ്തു എന്ന് ആരാ പറഞ്ഞത് എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം ഞങ്ങൾ അത് കൊണ്ടുപോയി അവിടെ സ്ഥാപിച്ചല്ലോ എന്നൊക്കെ ശാലിനി പറയുകയാണ്. അന്നേരം ഇല്ല, അത് പൂർണ്ണമായി സ്ഥാപിക്കാനായിട്ട് നിനക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, അതിന് ഞാനല്ലേ അതിവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത്, പിന്നീട് പ്രീതി അവിടെ സ്ഥാപിച്ചതിന് ഞാൻ സാക്ഷിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് സിദ്ധൻ കൊണ്ടുപോയി യന്ത്രമല്ല നിങ്ങൾ അവിടെ സ്ഥാപിച്ചത്, അത് ഞാൻ കാട്ടിത്തരാമെന്ന് പറഞ്ഞ് പൂജാമുറിയിൽ പോയി ശാരദാമ്മ യന്ത്രം എടുത്തുകൊണ്ട് വന്ന് ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാണ് സിദ്ധൻ ജപിച്ച് തന്ന യന്ത്രം എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഇതെന്താ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള മട്ടിൽ രാഘവൻ നായർ നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി ഇങ്ങനെ യന്ത്രം ഇങ്ങനെ കയ്യിലെടുത്ത് നിൽക്കുമ്പോഴേക്കും പുറത്തു നിന്നും സത്യഭാമ അകത്തേക്ക് കയറി വരികയാണ്. ഇത്രയും ആകുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, താങ്ക്